വയനാട് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് നിലമ്പൂർ മണ്ഡലത്തിലും ഉജ്ജ്വല സ്വീകരണം. മണ്ഡലത്തിൽ ജ്യോതിപ്പടി മുതൽ ജനതാപടി വരെ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയ്ക്ക് നിലമ്പൂർ എത്തിയപ്പോഴും വൻ സ്വീകരണമാണ് ലഭിച്ചത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് സ്ഥാനാർത്ഥിയെ വരവേറ്റു. തുറന്ന വാഹനത്തിലാണ് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കെ സുരേന്ദ്രൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തത്. നിലമ്പൂരിലും വൻ സ്വീകരണമാണ് ലഭിച്ചതെന്നും എല്ലായിടത്തും മാറ്റങ്ങൾ വരികയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് എൻ.ഡി.എക്ക് അനുകൂലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വളരെ വലിയ ആവേശമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ എല്ലാ കാര്യങ്ങളിലും മലപ്പുറം ജില്ലയിൽ ഗുണഭോക്താക്കളുടെ എണ്ണം മറ്റ് പല ജില്ലകളെയും അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിൽ മുൻപ് സ്വാധീനമില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് മാറിയെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. മലപ്പുറം ജില്ലയുടെ ഹൃദയസ്പന്ദനങ്ങൾ, മലപ്പുറം ജില്ലയുടെ 3 മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. ബി.ജെ.പിക്ക് ഒരു കാലത്ത് സ്വാധീന കുറവ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലങ്ങളാണ് സംഘടനാപരമായി. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ ആവേശം കണ്ടാൽ മനസ്സിലാകും, മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളും സുരേന്ദ്രനെ ഏറ്റെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പെടുന്ന ആളുകളുടെ വലിയ ആവേശം സുരേന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി കാണാൻ സാധിക്കും. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പിന്റെ അവസാന സമയമാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് പോലും അവർ സുരേന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് എത്രത്തോളം അവർ നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന് നേർസാക്ഷ്യമാണ്. റോഡ് ഷോയ്ക്ക് ശേഷവും ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ മടങ്ങിയത്. ക്യാമറാമാൻ കെ സുബിത്തിനൊപ്പം അർജുൻ PS, ജനം, വയനാട്.